ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനം. വചനം പറയുന്നു, പാപം ആവർത്തിക്കരുത്, ആദ്യത്തേത് പോലും ശിക്ഷിക്കപ്പെടാതെ ഇരിക്കുകയില്ല. പാപത്തെക്കുറിച്ചും പാപബോധത്തെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും നിരന്തരം ആവർത്തിക്കുന്ന പാപങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ കുമ്പസാരത്തിന് ശേഷവും പാപം ആവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചും ധ്യാനിക്കുന്ന ഈ ഒരു മണിക്കൂറിനെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിറയണമേ. ഈ വചന ശുശ്രൂഷയെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. പാപത്തെക്കുറിച്ച് ഒരു വലിയ അവബോധം ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. പാപബോധത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവകരുണ ഞങ്ങൾ കുമ്പസാരക്കൂട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പാപം ആവർത്തിക്കാറുണ്ട്. ഇനിമേൽ പാപം ആവർത്തിക്കാതിരിക്കുവാനും ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ സന്നദ്ധരാകുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും നിരവധി തവണ കുമ്പസാരിച്ചിട്ടുള്ളവരാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എന്നോട് ചോദിക്കുകയായിരുന്നു, അച്ഛൻ എത്ര കുമ്പസാരം കേട്ടിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, കുമ്പസാരം കേട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നില്ല, ഇനി ഞാൻ പോലും എത്ര തവണ കുമ്പസാരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് എനിക്കറിയില്ല. അതിനർത്ഥം ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നിരന്തരം കുമ്പസാരിക്കുന്നവരാണ്. ചിലർ ആണ്ടുകുമ്പസാരമാണെങ്കിൽ ചിലർക്ക് മാസക്കുമ്പസാരമാണ്, ഇനി ചിലരാകട്ടെ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുന്നവരാണ്. പക്ഷേ ഇത്ര തവണ കുമ്പസാരിച്ചിട്ടും പാപമോചനം നേടിയിട്ടും യേശുവിൻ്റെ കരുണ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ ആവോളം ആസ്വദിച്ചിട്ടും ഞാനും നിങ്ങളുമൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ചെറിയ രഹസ്യമുണ്ട്. എന്താണെന്നോ? ഇത്ര തവണ കുമ്പസാരിച്ചിട്ടും ചില പാപങ്ങൾ നമ്മൾ ആവർത്തിക്കും. ചില പാപങ്ങൾ നിഴൽ പോലെ എന്നെയും നിങ്ങളെയും ഒക്കെ വിടാതെ പിന്തുടരും. ഇതിനുള്ള കാരണമാണ് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ തേടുന്നത്. നമ്മളൊക്കെ കുമ്പസാരത്തിന് ശേഷം മനസ്താപ പ്രകരണം ചൊല്ലുന്ന വേളയിൽ എന്താണ് പറയുന്നത്? ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ്, അല്ലെങ്കിൽ സന്നദ്ധയാണ്. ഒരു പ്രതിജ്ഞയാണിത്. പക്ഷേ ഈ പ്രതിജ്ഞ നമ്മളെല്ലാവരും ലംഘിക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് പാപം ആവർത്തിക്കപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുസഭയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യാം. പാപബോധം ഇല്ലാതെ വരുന്നതാണ് നമ്മൾ ഓരോരുത്തരും പാപം ആവർത്തിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പായും 12 പീയൂസ് മാർപ്പാപ്പായും ഒക്കെ സഭാധാനായരായ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണിത്. ഈ നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ സഹസ്രാബ്ദത്തിൻ്റെ ഏറ്റവും വലിയ പാപമെന്ന് പറയുന്നത് പാപബോധം ഇല്ലാതെ പോകുന്നതാണ്. ഇനി പാപബോധം ഇല്ലാതെ വരിക എന്നതിനർത്ഥം പാപത്തെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഏത് പാപം ചെയ്താലും അതിനെ ന്യായീകരിക്കും. കൊലപാതകം ചെയ്താലും അതിനെ ന്യായീകരിക്കും. വ്യഭിചാരത്തിന്റെ തിന്മയാണെങ്കിലും അതിനെ ന്യായീകരിക്കും. ഏത് ജഡികമായ പാപമായിക്കൊള്ളട്ടെ, മ്ലേച്ഛ പാപമായിക്കൊള്ളട്ടെ, പാപത്തെ നമ്മൾ നിരന്തരം ആവർത്തിക്കുകയും പാപബോധമില്ലാതെ പാപത്തെ ന്യായീകരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപം ആവർത്തിക്കുവാനുള്ള ഒരു പ്രവണത നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉത്ഭവിക്കുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആദിപിതാവായ ആദം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ദൈവം ആദത്തോട് ചോദിക്കുന്നു, ആദം, നീ എന്തിനാണ് പാപം ചെയ്തത്? ആദം പറയുന്നു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, ആദം
ഹവ്വയെ കുറ്റം പറയുന്ന ഒരു രംഗമാണിതെന്ന്. ഹവ്വയ്ക്ക് മേലെ കുറ്റം ആരോപിക്കുന്നതിലുപരി ആദം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ പാപത്തെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇതൊക്കെ സാരമില്ല, അവള് തന്നു, ഞാൻ കഴിച്ചു, അതിനിപ്പോൾ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് സമൂഹത്തിൽ നടമാടുന്ന ഒരു വലിയ തിന്മയാണിത്. ഏത് വലിയ പാപം ചെയ്താലും, എത്ര കഠിനമായ, എത്ര ഗൗരവമേറിയ പാപം ചെയ്താലും ഇതൊക്കെ എത്ര വലിയ പ്രശ്നമാണോ? ഇന്ന് ഈ ഭൂമിയിൽ എല്ലാവരും പാപം ചെയ്യുന്നില്ലേ? മനുഷ്യരായാൽ പാപമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് പാപത്തെ നിരന്തരം നിസ്സാരവൽക്കരിക്കുകയും പാപത്തെ സാധാരണവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് പാപം ആവർത്തിക്കുവാനുള്ളൊരു പ്രവണത ഇന്ന് മനുഷ്യർക്കുണ്ടാകുന്നത്. ഇതിനുള്ള ഒരു നല്ല ഉദാഹരണം ഭ്രൂണഹത്യ എന്നുള്ള പാപമാണ്. ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ എന്നുള്ള പാപം ചെയ്യുന്നവർ പറയുന്നത് എന്നാണ്, ഇറ്റ് ഈസ് മൈ ബോഡി, ഇറ്റ് ഈസ് മൈ ചോയ്സ്. ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരം, എൻ്റെ ഇഷ്ടം, എൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറട്ടെ. പാപത്തെ നിസ്സാരവൽക്കരിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുന്നു, ഞാനും പാപം ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ വന്ന് കുമ്പസാരക്കൂട്ടിൽ പോലും നമ്മൾ പാപത്തെ ന്യായീകരിക്കാറുണ്ട്, അല്ലേ? നമ്മൾ ഓരോരുത്തരും നല്ല കുമ്പസാരം നടത്തുവാനായിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് ചെന്ന് കയറും. എന്നിട്ടോ പാപം ഏറ്റുപറയുന്നതോടൊപ്പം അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഈശോയെ, അച്ഛാ, ഇന്ന പ്രശ്നം കൊണ്ടാണ് ഞാൻ ഈ പാപം ചെയ്തത്, അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ്, ചില സാഹചര്യങ്ങൾ മൂലമാണ് ഞാൻ ഈ പാപം ചെയ്തത് എന്ന് പറഞ്ഞ് പാപത്തെ നമ്മൾ ന്യായീകരിക്കും. കുമ്പസാരക്കൂട്ടിൽ തന്നെ നമ്മൾ പാപം ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ പാപത്തെ ന്യായീകരിക്കുകയും പാപത്തെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നല്ല കുമ്പസാരത്തിന് ശേഷവും യേശുവിൻ്റെ കരുണ ആവോളം അനുഭവിച്ചറിയുന്നതിന് ശേഷവും നമ്മൾ പാപം ആവർത്തിക്കുന്നു. ആ പ്രവണത നമ്മോടൊപ്പം നിരന്തരം സഹവസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു പ്രവണതയുണ്ടല്ലോ, എന്ത് തെറ്റ് ചെയ്തിട്ടും ഇനിയിപ്പോൾ എന്താ പ്രശ്നം, ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നും അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി രണ്ടാമതായിട്ട്, പാപബോധം ഇല്ലാതാകുന്നതോടുകൂടി നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? പാപവുമായിട്ട് നല്ലൊരു ഇണക്കം, പാപവുമായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം, പാപവുമായിട്ട് അടുത്ത് ഇടപഴകുവാനായിട്ട് ഉള്ള പ്രവണത നമ്മിൽ ഉദിക്കും. പാപം നിരന്തരം ചെയ്യുന്നതോടെ, പാപം ആവർത്തിക്കുന്നതോടെ ഒരു പാപത്തിൽ നിന്നും യാതൊരു മനോവേദനയും യാതൊരു ക്ലേശവുമില്ലാതെ അടുത്ത പാപത്തിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ അടുത്ത പാപം ചെയ്യുവാനുള്ള പ്രവണതയുണ്ടാകും. നോക്കുക, ആദ്യം ചെറിയൊരു പാപമായിരിക്കും, പക്ഷെ ആ പാപം ചെയ്ത് ശീലമാകുന്നതോടുകൂടി പാപബോധമില്ലാതെയാകുന്നു. കുമ്പസാരിച്ചു കഴിഞ്ഞാലും പാപബോധമില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? ഒന്നുകിൽ ചെയ്ത പാപം വീണ്ടും വീണ്ടും ആവർത്തിക്കും, അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മൾ കാലുവെക്കും. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ദാവീദ് രാജാവാണ്. 2 സാമുവേൽ 11-ാം അധ്യായത്തില് ദാവീദും ബത്ശബയും തമ്മിലുള്ള പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു സുപ്രഭാതത്തിൽ ദാവീദ് പാപം ചെയ്തു പോയി, അല്ലേ? അല്ലല്ല, ദാവീദിന് പാപവുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിക്കുന്നു. പാപവുമായിട്ട് ഒരു ഇണക്കം വരുന്നു. അതുകൊണ്ട് തന്നെ പാപം നിഴൽ പോലെ അവനെ പിന്തുടരുന്നു. ഒരു പാപത്തിന് ശേഷം അടുത്ത പാപവും യാതൊരു മനോവേദനയുമില്ലാതെ ദാവീദ് ആവർത്തിക്കുകയും ചെയ്യുന്നു. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. വചനം പറയുന്നു, 2 സാമുവേൽ 11:2. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്ക വിട്ട് എഴുന്നേറ്റു. നമ്മൾ ഓരോരുത്തരും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് രാവിലെയാണ്. ഇനി ചിലരെങ്കിലും ഉച്ച സമയങ്ങളിൽ കിടക്കയിൽ എഴുന്നേൽക്കാറുണ്ട്. ഈ സായാഹ്നത്തിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കണമെങ്കിൽ ഉച്ച മുഴുവനും അല്ലെങ്കിൽ പകൽ മുഴുവനും ദാവീദ് കിടന്നുറങ്ങിയിട്ടുണ്ടാവണം. ഘോര യുദ്ധം നടക്കുന്ന സമയത്ത്, വസന്തകാലത്തിൽ എല്ലാ രാജാക്കന്മാരെയും യുദ്ധത്തിന് പോകുന്ന ആ ഒരു സമയത്ത് അലസത എന്ന പാപമാണ് ദാവീദ് ആദ്യം പ്രവർത്തിക്കുന്നത്. അങ്ങനെ അലസതയോടുകൂടി സായാഹ്നത്തിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കുന്നു. കാണേണ്ടാത്ത രംഗം ദാവീദ് കൺകുളിർക്കെ കാണുന്നു. ഈശോ പറയുന്നത് പോലെ ഹൃദയത്തിൽ അവൻ സ്ത്രീയുമായി വ്യഭിചരിക്കുന്നു, പിന്നീട് പ്രവൃത്തിയിൽ അവൻ സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കുന്നു. നോക്കുക,
ഒരു പാപത്തിന് പിന്നാലെ അടുത്ത പാപം യാതൊരു മനോവേദനയുമില്ലാതെ ചെയ്യണമെങ്കിൽ ദാവീദിൻ്റെ ഉള്ളിലെ പാപബോധം നഷ്ടമായി എന്ന് വേണം നാം മനസ്സിലാക്കുവാനായിട്ട്. അതിനുശേഷം സംഭവിക്കുന്നതോ, ചെയ്തു പോയി മഹാപാപത്തെ മറച്ചു വയ്ക്കുവാനായിട്ട് ഹൃദയം കൊണ്ട് ബത്ശബയുടെ ഭർത്താവായ ഊറിയയെ വധിക്കുവാൻ പദ്ധതിയിടുന്നു. വീണ്ടും അവസാനം ഊറിയയെ വധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അലസതയിൽ തുടങ്ങിയ ഒരു പാപം ഒന്നൊന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഗൗരവം, തീവ്രത വർദ്ധിച്ചു വരുന്നു. കൊലപാതകം എന്നൊരു പാപം ചെയ്യുവാൻ പോലും ഒരു മടിയും ദാവീദ് കാണിക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരുടെയും ആധ്യാത്മിക ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരു തിന്മയെക്കുറിച്ചാണ് ദാവീദിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പാപബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാപവുമായിട്ട് നല്ല ഇണക്കം വരും. അതുകൊണ്ട് തന്നെ പാപം ആവർത്തിക്കുവാനും ഒരു പാപത്തിൽ നിന്ന് അടുത്ത പാപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട്, സ്നോ ബോളിംഗ്. എന്താണ് സ്നോ ബോളിംഗ് എന്നറിയാമോ? ചെറിയ ഒരു മഞ്ഞു കണം എടുക്കുക, അതിനെ ചെറിയൊരു ബോൾ പോലെ ആക്കിയ ശേഷം മഞ്ഞിലൂടെ തന്നെ ഉരുട്ടി വിടുക. എന്ത് സംഭവിക്കുന്നു? അത് കൂടുതൽ മഞ്ഞ് കണങ്ങളെ ആകർഷിക്കുന്നു. വീണ്ടും അതെടുത്തിട്ട് വീണ്ടും മഞ്ഞിലൂടെ തന്നെ ഉരുട്ടി വിടുക. എന്ത് സംഭവിക്കുന്നു? കൂടുതൽ മഞ്ഞ് കണങ്ങളെ ആകർഷിക്കുന്നു. ആ മഞ്ഞിൻ്റെ പന്ത് വലുതായി വലുതായി വരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാപങ്ങളും. പാപങ്ങൾ ആവർത്തിക്കുവാനുള്ള പ്രധാന കാരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പാപവുമായിട്ട് പരിചയമാകുന്നു, പാപവുമായിട്ട് അടുത്ത് ഇടപഴകുന്നു. ദാവീദ് രാജാവിൻ്റെ ജീവിതമാണ് ഏറ്റവും മികച്ച ഉദാഹരണം. അപ്പോൾ ഇവിടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇങ്ങനെ പാപബോധം നഷ്ടപ്പെടുന്ന വ്യക്തികൾ, പാപവുമായിട്ട് സുപരിചിതമായി തീരുന്ന വ്യക്തികൾ, അവർക്ക് സുബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുബോധം നഷ്ടപ്പെടുക എന്നാൽ പാപബോധം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ധൂർത്തപുത്രനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ധൂർത്തപുത്രന് സുബോധം തിരിച്ചു വന്നപ്പോൾ അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് രാജാവിന് കുറച്ച് സമയത്തേക്കെങ്കിലും സുബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആദിപിതാവായ ആദത്തിനും സുബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കുമ്പസാരക്കൂട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെയും എന്ത് സംഭവിക്കുന്നു? സുബോധം ഇല്ലാതെ പോകുന്നുണ്ട്. സുബോധം ഇല്ലാതെ പോവുക എന്നാൽ അതിനർത്ഥം പാപബോധം പൂർണ്ണമായും നശിക്കുക എന്നാണ്. പക്ഷേ ധൂർത്തപുത്രന്റെ ഉദാഹരണം അതിമനോഹരമാണ്. ആ മനുഷ്യൻ സുബോധം നഷ്ടപ്പെട്ട് ഭവനത്തിൽ നിന്ന് പോകുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളിലൂടെ സുബോധം വീണ്ടെടുക്കുന്നു, പാപബോധം വീണ്ടെടുക്കുന്നു. പാപബോധമുണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് അനുതാപത്തിൻ്റെ കൃപ നിറയാൻ സാധിക്കുകയുള്ളൂ. അനുതാപമുണ്ടെങ്കിൽ മാത്രമേ ദൈവസ്നേഹത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും തിരികെ നടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി സുബോധം അല്ലെങ്കിൽ പാപബോധം നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? മറ്റൊരു ബോധം നമ്മളെ വിടാതെ പിന്തുടരും. അതിനെ ഞാൻ വിളിക്കുന്നത് കുറ്റബോധമെന്നാണ്. അതെ, പാപബോധമില്ലാത്ത വ്യക്തികൾക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാനുള്ള അവസരമില്ല. അവർ പാപം ആവർത്തിക്കുന്നു. എന്നാൽ ചിലരെങ്കിലും ആകട്ടെ ധൂർത്തപുത്രനെ പോലെ പാപബോധത്തോടുകൂടി സുബോധം വീണ്ടെടുത്ത ദൈവസ്നേഹത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു. നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും 2 കഥാപാത്രങ്ങളെ കടമെടുക്കാം. ഒന്ന് പത്രോസ്ലീഹായാണ്, രണ്ടാമത്തേത് ഒറ്റുകാരൻ യൂദാസാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 75-ാം തിരുവചനത്തിൽ പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നു, പത്രോസ് പുറത്തുപോയി ഹൃദയം നൊന്ത് കരഞ്ഞുവെന്ന്. എന്നാൽ യൂദാസ് എന്താണ് ചെയ്യുന്നത്? അവൻ പോയി കെട്ടിഞ്ഞാന്ന് ചത്തു എന്നാണ് വചനം പറയുന്നത്. ശരിക്കും പത്രോസും യൂദാസും ചെയ്ത പാപങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. ഇരുവരും ഈശോയെ തള്ളി പറഞ്ഞു, ഇരുവരും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയി. പക്ഷേ പത്രോസ് എന്ത് ചെയ്യുന്നു? സുബോധം വീണ്ടെടുക്കുന്നു, പാപബോധം വീണ്ടെടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരു തെറ്റിൽ നിന്നും അടുത്ത തെറ്റിലേക്ക് വഴുതി വീഴുന്നില്ല. എന്നാൽ യൂദാസ് ആകട്ടെ സുബോധമില്ലാത്തതിനാൽ, പാപബോധം അവൻ്റെ നിന്ന് പൂർണ്ണമായും നശിച്ചു പോയതിനാൽ ദൈവസ്നേഹത്തിൽ നിന്നും ഓടി അകലുന്നു, യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു, സ്വയം ശപിക്കുന്നു. നോക്കുക, ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് കാൽവഴുതി വീഴുന്നു. ഒടുവിൽ ആത്മഹത്യ എന്ന ആ മാരക പാപത്തിലേക്ക് പോയി പതിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന മാത്രയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ സുബോധത്തെ,
പാപബോധത്തെ വീണ്ടെടുക്കുവാനുള്ള കൃപ നൽകണമേ. കാരണം സുബോധം വന്നുവെങ്കിൽ മാത്രമേ, പാപബോധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപം ആവർത്തിക്കാതിരിക്കുവാനുള്ള മനോധൈര്യവും കെൽപ്പും ശക്തിയും ലഭിക്കുകയുള്ളൂ. പാപം ആവർത്തിക്കുവാനുള്ള ആദ്യ കാരണം പാപബോധമില്ലാതെ വരിക എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വികലമായ കുമ്പസാരങ്ങളാണ്. പലപ്പോഴും നമ്മൾ കുമ്പസാരിക്കുമ്പോൾ നമ്മൾ പണ്ടെന്നോ മെനഞ്ഞെടുത്ത ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് വൈദികന്റെ അടുത്ത് പോയിട്ട് വെറുതെ ഒരു പാപബോധവുമില്ലാതെ, ഒരു അനുതാപവുമില്ലാതെ ഏറ്റുപറയുന്നതാണ് കുമ്പസാരം എന്നുള്ളതാണ് നമ്മളിൽ പലരുടെയും തെറ്റായ ധാരണ. പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും പാപം ഏറ്റുപറയുമ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്ത പാപങ്ങൾ മാത്രമാണ് ഏറ്റുപറയാറുള്ളത്. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് എന്താണ്? വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലുമുള്ള പാപങ്ങൾ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ഈശോ പഠിപ്പിക്കുന്നതനുസരിച്ച് പാപത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഈ ഹൃദയത്തിലാണ് എല്ലാ പാപങ്ങളുടെയും ആരംഭം. അപ്പോൾ നമ്മുടെ കുമ്പസാരങ്ങളിൽ, ശ്രദ്ധയോടെ കേൾക്കണം, വിചാരത്തോടെയുള്ള പാപങ്ങൾ, വിചാരം വഴിയുള്ള, മോഹം വഴിയുള്ള, അഭിലാഷങ്ങൾ വഴിയുള്ള പാപങ്ങൾ ആദ്യമേ തന്നെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പാപം ആവർത്തിക്കുവാനുള്ള പ്രവണത വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഈശോ നമ്മോട് പറയുന്നു, ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. അപ്പോൾ പാപത്തിന്റെ ഉത്ഭവ കേന്ദ്രമായിട്ട് ഈശോ ചൂണ്ടിക്കാണിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മുടെ ഹൃദയമാണ്. വിശുദ്ധ പത്രോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ നാം ജീവിക്കുന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഈ അഭിലാഷങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, ഇവിടെയാണ് പാപം ഉത്ഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊലപാതകം നടക്കുന്നു എന്നിരിക്കട്ടെ. ആ കൊലപാതകം പ്രവൃത്തിയിൽ ഫലിക്കുന്നതിന് മുൻപേ തന്നെ ഹൃദയത്തിൽ ഒരു 100 വട്ടമെങ്കിലും നമ്മൾ ആ വ്യക്തിയെ കൊന്നിട്ടുണ്ടാവാം. അപ്പോൾ ഏത് പാപവുമായിക്കൊള്ളട്ടെ, ഈശോ പറയുന്ന രീതിയിൽ വ്യഭിചാരമായിക്കൊള്ളട്ടെ, പരസംഗമായിക്കൊള്ളട്ടെ, കൊലപാതകമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, പാപത്തിൻ്റെ വേര്, പ്രിയ സഹോദരങ്ങളെ, അത് ഹൃദയത്തിലാണ്. പക്ഷെ നമ്മുടെ കുമ്പസാരങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പാപം ഏറ്റുപറയുമ്പോൾ പ്രവൃത്തി വഴിയായിട്ടുള്ള പാപങ്ങളും വാക്കുകൊണ്ടുള്ള പാപങ്ങളും മാത്രം ഏറ്റുപറയും. അച്ഛാ ഞാൻ മോഷ്ടിച്ചു, അച്ഛാ ഞാൻ അത് ചെയ്തു, ഇത് പ്രവർത്തിച്ചു, പ്രവർത്തനങ്ങൾ മാത്രം, അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ളത് മാത്രം. സംഭവിക്കുന്നത് ഇതാണ്, പാപത്തിൻ്റെ ചില്ലകൾ നമ്മൾ വെട്ടിക്കളയും. പാപത്തെ ഒരു മഹാവൃക്ഷം പോലെ നമ്മൾ ചിത്രീകരിച്ചാൽ അതിൻ്റെ വേര് ഹൃദയത്തിലാണ്, ചില്ലകൾ പുറത്തും, പ്രവൃത്തി വഴിയായിട്ടും വാക്കുകൾ വഴിയായിട്ടും. നമ്മുടെ കുമ്പസാരങ്ങളിൽ ഒട്ടുമിക്കതും പാപത്തിൻ്റെ ചില്ലകൾ മാത്രം വെട്ടിക്കളയുന്നു. കുമ്പസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ എന്താണ് പ്രശ്നമെന്നറിയാമോ? ആ വേരുകൾ അവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മത്തായി 15:19 എല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. പാപം ഉത്ഭവിക്കുന്നത്, പാപം ആരംഭിക്കുന്നത് ഹൃദയത്തിലാണ്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. ഈശോ പഠിപ്പിക്കുന്നില്ലേ, ഹൃദയം കൊണ്ട് നമുക്ക് വ്യഭിചാരം വരെ ചെയ്യാം. മത്തായി 5:28 ഈശോ പറയുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഹൃദയത്തിലുള്ള പാപങ്ങൾ ആരും അറിയില്ല, ആരും എനിക്കെതിരെ കേസെടുക്കില്ല, സ്വർഗം പോലും എനിക്കെതിരെ വാദിക്കില്ല. പക്ഷേ ഈശോ പറയുന്നു, ഹൃദയത്തിലുള്ള പാപങ്ങളാണ് ഏറ്റവും അപകടം പിടിച്ചത്. ഇനി 10 കൽപ്പനയിലും തിരുസഭയുടെ പ്രബോധനങ്ങളിലും ഹൃദയത്തിലുള്ള പാപങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. 6-ാം കൽപ്പന എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ 9-ാം കൽപ്പന എന്താണ്? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ചുരുക്കത്തിൽ 2 കൽപ്പനകളും ഒന്ന് തന്നെയാണ് പറയുന്നത്, ഒരേ സന്ദേശമാണ് പറയുന്നത്, ഒരേ മുന്നറിയിപ്പാണ് നൽകുന്നത്. വ്യഭിചാരം ചെയ്യരുത് പ്രവൃത്തിയിൽ. 9-ാമത്തെ കൽപ്പനയാകട്ടെ, ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യരുത്. നോക്കുക, അത്രമാത്രം പ്രസക്തിയാണ്, അത്രമാത്രം ഗൗരവമേറിയതാണ് ഹൃദയം കൊണ്ടുള്ള പാപങ്ങളെന്നാണ് ദൈവകൽപ്പനകൾ പോലും ഉത്ബോധിപ്പിക്കുന്നത്. വീണ്ടും 7-ാം ദൈവകൽപ്പന മോഷ്ടിക്കരുത്. എന്നാൽ 10-ാം ദൈവകൽപ്പന എന്താണ്?
അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്. 7ഉം 10ഉം ഒരേ കൽപ്പനകൾ തന്നെയാണ്. പക്ഷേ 10ാം കൽപ്പനയിൽ ഹൃദയം കൊണ്ട് നാം ചെയ്യുന്ന പാപത്തെയാണ് നാം വിട്ടുകളയണമെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പോലും ഹൃദയം കൊണ്ട് നാം ചെയ്യുന്ന പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1456, ഞാനത് വായിക്കുകയാണ്. ദൈവകൽപ്പനകളുടെ അവസാന 2 കൽപ്പനകളുടെ ലംഘനമായിട്ടുള്ളവയായാലും ഏറ്റുപറയണം. ഇവ ചിലപ്പോൾ ഗൗരവമായ വിധത്തിൽ ആത്മാവിനെ വ്രണപ്പെടുത്താനും അവ പരസ്യ പാപങ്ങളെക്കാൾ അപകടകാരികൾ ആണ് താനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിമേൽ കുമ്പസാരിക്കുമ്പോൾ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപവിത്തുകളെ അതിനെ വലിച്ചെറിയുവാനായിട്ട്, അതിൻ്റെ വേരുകൾ പറിച്ചു കളയുവാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പാപത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടി നല്ല വെടിപ്പാക്കും, പക്ഷെ വേര് അത് ഹൃദയത്തിൽ തന്നെ അവശേഷിക്കും. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 51:10 നമുക്കൊരു പ്രാർത്ഥനയാക്കാം. അവിടെ ദാവീദ് രാജാവ് ഹൃദയം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പാപം ചെയ്തതിന് ശേഷം ദൈവത്തിൻ്റെ കരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന്. അപ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന കർത്താവേ, എൻ്റെ പ്രവൃത്തികളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ എന്നല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ എന്നാണ്. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചതിന് ശേഷം അങ്ങ് അവിടുത്തെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് അയക്കണമേ, എൻ്റെ ഹൃദയത്തെ പവിത്രമായി നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ എന്നാണ് ദാവീദിന്റെ പ്രാർത്ഥന. ദാവീദിനോട് ചേർന്ന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്കും പ്രാർത്ഥിക്കാം: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ നിക്ഷേപിക്കണമേ. ഇല്ല എങ്കിൽ പാപങ്ങൾ ആവർത്തിക്കുവാനുള്ളൊരു പ്രവണത നമ്മിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓ നല്ലവനായ ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് പാപബോധത്തിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങൾ പലതവണ കുമ്പസാരിച്ചിട്ടുണ്ട്, പലതവണ ആത്മപരിശോധനയും നടത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര കുമ്പസാരിച്ചാലും, കുമ്പസാരക്കൂട്ടിൽ ദൈവകരുണ ആസ്വദിച്ചാലും ഈശോയെ, പാപബോധമില്ലാത്തത് കൊണ്ട്, ഞങ്ങളുടെ ചിന്തകൾ കൊണ്ടുള്ള പാപങ്ങൾ ഏറ്റുപറയാത്തത് കൊണ്ട്, വിചാരം കൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അവശേഷിക്കുന്ന പാപങ്ങളെ ഒരിക്കൽ പോലും കണ്ടെത്തി കുമ്പസാരിക്കാത്തത് കൊണ്ട് പാപങ്ങൾ ആവർത്തിക്കുവാനുള്ളൊരു പ്രവണതയുണ്ട്. ഓ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഹൃദയത്തിൽ നിക്ഷേപിക്കുകയും പാപബോധത്തിൽ വളർത്തുകയും ഇനിമേൽ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.